മുഖ്യമന്ത്രി പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഡാമുകളിലും നദികളിലുമൊക്കെ മണലും ചെളിയൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഒരു ചോദ്യമുള്ളത്, ഇത് എങ്ങനെ നീക്കും, അല്ലെങ്കിൽ ആ നീക്കിയ മണ്ണും ചെളിയും എങ്ങനെ ഉപയോഗിക്കും? ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ. നമ്മൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 2018 മുതൽ അറ്റ്ലീസ്റ്റ് ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യമല്ലോ ഇത്രയധികം വലിയൊരു വെള്ളപ്പൊക്കം റാന്നിയിലും കോഴഞ്ചേരിയിലും ആറന്മുളയും ചെങ്ങന്നൂരിലും ഒക്കെ വന്ന് ധാരാളം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു വെള്ളപ്പൊക്കമാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നത്. ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും എക്സസീവായിട്ടുള്ള മഴ കൊണ്ട് തന്നെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വന്നിട്ടുള്ള ഒരു ദുരിതമാണ്. ഏകദേശം ഒരു മാസം കൊണ്ട് പെയ്യേണ്ട മഴയൊക്കെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒക്കെ പെയ്താൽ അത്രമാത്രം വെള്ളത്തിനെ ഉൾക്കൊള്ളുവാനുള്ള ശക്തി നിർഭാഗ്യവശാൽ നമ്മുടെ നദികൾക്കും തോടുകൾക്കും കുളങ്ങൾക്കും നെൽപ്പാടങ്ങൾക്കും തണ്ണീർത്തടങ്ങൾക്കും ഇല്ല, ഡാമിനുമില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഡീസിൽറ്റ് ചെയ്താൽ ഒരളവ് വരെ ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. എന്നാൽ അത് മാത്രമല്ല അതിനുള്ള പരിഹാരം. ധാരാളം മഴയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. വലിയ മഴ, നോട്ട് ചെറിയ മഴ, ടൊറൻഷ്യൽ റെയിൻ, അങ്ങനെയുള്ള ഒരു മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നദികളിലും തോടുകളിലും ഒക്കെ വെള്ളം വലുതായിട്ട് വരുന്നു. അതിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം റിവർ ബെഡിൽ മണലും സിൽറ്റും ഒക്കെ അടിഞ്ഞു കിടക്കുന്നു. കൂടാതെ വേറെ ഒരു വില്ലനായിട്ട് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് പോലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉൾപ്പെടെ ജലം ശരിയായിട്ട് പോകാൻ അനുവദിക്കാത്ത കാര്യങ്ങളൊക്കെ അടിഞ്ഞു കിടക്കുന്നു നമ്മുടെ നദികളിലും പുഴകളിലും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രകൃതിയോട് കുറേ കൂടെയൊക്കെ മര്യാദയായിട്ട്, കുറേ കൂടെ പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒരു ജീവിത രീതിയോടൊക്കെ നയിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അല്ലാതെ മണൽ വാരുന്നത് മാത്രം വൺ ഓഫ് ദ റീസൺസ് അത്, വൺ ഓഫ് ദ സൊല്യൂഷൻസ് അത്. മണൽ വാരിയാൽ, പിന്നെ നിശ്ചിതമായ തോതിൽ മണൽ വാരിയാൽ, വലിയ മെക്കനൈസ്ഡ് തോതിൽ മണൽ വാരി പിന്നെയും പിന്നെ നദിയുടെയൊക്കെ ആഴം കൂട്ടിയാൽ റിപ്പർക്കഷൻസും വരും. അതായത് അവിടെ പിന്നെ വാട്ടർ ലെവൽ, പിന്നെ വാട്ടർ ടേബിൾ അങ്ങ് താഴോട്ട് പോകും. അപ്പോൾ നമ്മുടെ കിണറ്റിലൊക്കെ വെള്ളമില്ലാതാകും, സ്റ്റെബിലിറ്റി കുറയും, പിന്നെ പിന്നെ മണൽ ഇല്ലെങ്കിൽ നമ്മുടെ ബ്രിഡ്ജസൊക്കെ അൺസേഫ് ആകും. അപ്പോൾ ഇതെല്ലാം ഒരു കൺട്രോൾഡ് യൂട്ടിലൈസേഷൻ ഓഫ് ദി റിസോഴ്സസ് ആണ് വേണ്ടത്. നമ്മൾ പണ്ട് കാലത്തൊക്കെ ആറ്റിൽ നിന്ന് മണൽ വാരിക്കൊണ്ടിരിക്കുമായിരുന്നു. മെക്കനൈസ്ഡ് അല്ലായിരുന്നു, മാനുവലായിട്ട് മണൽ വാരി എടുക്കുമായിരുന്നു, നമ്മുടെ ആവശ്യത്തിന് എടുക്കുമായിരുന്നു. അത്യാഗ്രഹത്തിന് ഇതൊന്നും ചൂഷണം ചെയ്യത്തില്ലായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നമ്മളെ ഓർപ്പിച്ചിരുന്നു, പ്രകൃതിയെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം, അത്യാഗ്രഹത്തിന് ചൂഷണം ചെയ്യരുത്. ആ ഫിലോസഫി, ആ പ്രിൻസിപ്പിളും ഇന്നും നമ്മുടെ പൗരന്മാർ, നമ്മുടെ ആളുകൾ എബൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഒരളവ് വരെ പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഒരു സത്യമായി മാറിയ ഈ സ്ഥിതിക്ക് നമ്മൾ വളരെയധികം മാർഗങ്ങൾ അവലംബിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വലിയ വെള്ളപ്പൊക്കവും അതോടുൾപ്പെടെയുള്ള നാശനഷ്ടങ്ങളും നമുക്ക് ഒരളവ് വരെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് ഡാമിലെ മണൽ കുറേ നീക്കണം, സിൽറ്റിംഗ് ഒക്കെ നീക്കണം. അപ്പോൾ ഡാമിൻ്റെ കപ്പാസിറ്റി കൂടും, നമുക്ക് വെള്ളം കൂടുതൽ കൺസേർവ് ചെയ്യാം, ഇലക്ട്രിസിറ്റി കൂടുതൽ ജനറേറ്റ് ചെയ്യാം, എല്ലാ തരത്തിലും പ്രയോജനമാണ്. പക്ഷേ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ, പിന്നെ അതിനെയൊക്കെ റിസോഴ്സസൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തെടുക്കാൻ തുടങ്ങിയാൽ നെഗറ്റീവ് ഇഫക്റ്റാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള വെള്ളപ്പൊക്കം വീണ്ടും നമ്മളെ ഒരിക്കൽ കൂടി പഠിപ്പിക്കുന്നു, നമ്മൾ റിസോഴ്സസൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കണം, പക്ഷേ അത്യാഗ്രഹത്തിന് ചൂഷണം ചെയ്ത് പ്രകൃതിയെ നശിപ്പിക്കരുത്. അപ്പം നമ്മൾ ഓരോ സിറ്റിസണും ഇതിനെപ്പറ്റിയുള്ള ഒരു അവബോധമുള്ളവരായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിനെയൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനൊക്കത്തുള്ളൂ. ഓക്കെ.